ഹലോ, നമ്മളിപ്പോഴത്തെ മൂന്നാറിലെ സെവൻ സ്പ്രിങ്സ് എന്ന റിസോർട്ടിലാണ്. ഇതുപോലത്തെ പ്രകൃതി ഭംഗിയും കിളികളുടെ കളകളാരവും സ്വാഗതം ചെയ്യുന്ന ഇതുപോലൊരു റിസോർട്ടിൽ വന്നിട്ട് എങ്ങനെ നമ്മൾ ഇവിടുന്ന് റിവ്യൂ ചെയ്യാതെ പോകും? പ്രകൃതിയെ തൊട്ടറിയാൻ പറ്റുന്ന റിസോർട്ട്. നമ്മളീ പോകുന്ന വഴിക്ക് ഇരുവശവും പൂക്കളും പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ്. മൂന്നാർ ടൗണിൽ നിന്നും 16 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ റിസോർട്ടുള്ളത്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒരു 50 പേർക്കൊക്കെ അറ്റ് എ ടൈം താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് സെവൻ സ്പ്രിങ്സ്. അതുമാത്രമല്ല, നമുക്കിവിടെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന സ്റ്റാഫ്, ക്ലീൻ സറൗണ്ടിങ്സ്, പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. എന്തിനധികം പറയുന്ന കുട്ടികൾക്ക് കളിക്കാനും എല്ലാവർക്കും കുളിക്കാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ, സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ. എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്കിവിടെ ഒരു മെഡിറ്റേഷൻ ഫീലാണ്. നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ രാവിലെ എണീറ്റ് പൂക്കളും പുഷ്പങ്ങളൊക്കെ കണ്ട് നമുക്കൊരു മോർണിംഗ് വാക്ക് എല്ലാം ചെയ്ത് രാവിലെ നമ്മുടെ എനർജി ലെവൽ പീക്ക് ആവും കേട്ടോ. ഹൈലൈറ്റ് ട്രീ ഹൗസ് ആണ്. നല്ല ഹൈലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ഓപ്പൺ ഗസ്റ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ട്രീ ഹൗസ്. അതൊക്കെ പറഞ്ഞാൽ അവിടുത്തെ രാവിലെ ആകുമ്പം ഈ മൃഗങ്ങളുടെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടും എല്ലാമായിട്ട് അവർ നല്ല രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അത് മെയിനായിട്ട്. പിന്നെ ഇത് വന്ന് 6000 ഫീറ്റാണത്. ഏറ്റവും മൂന്നുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ റിസോർട്ട് നമ്മുടെ റിസോർട്ടാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡീലക്സ് റൂംസ് ഉണ്ട്, സൂട്ട് റൂംസ് ഉണ്ട്, പിന്നെ സൂപ്പർ ഡീലക്സ് ഉണ്ട്. എല്ലാ റേറ്റൊക്കെ അഫോർഡബിളാണ്. ഗസ്റ്റിനെ അധികം ബാധിക്കത്തക്ക രീതിയിലുള്ള ഇതില്ല. പിന്നെ ഫുഡ് ഐറ്റംസ്, എല്ലാ ഐറ്റംസ്, ചൈനീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ എടുക്കാം. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് ഡിന്നർ, ലഞ്ചിൻ്റെ കംപ്ലീറ്റ് അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്ന് മാക്സിമം ഗസ്റ്റ് ഒന്ന് ഹാപ്പിയാണ് ഇവിടെ വരുന്ന ഗസ്റ്റൊക്കെ. അവർക്ക് വന്ന് ഇവിടുത്തെ ഈ എൻവയറൺമെൻറ്റ് നന്നോണം പിടിക്കും. അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ എടുക്കാൻ തന്നെ വിചാരിച്ചത്. പിന്നെ വേറെ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് 3 സെക്ഷനായിട്ടാണ്. 3 സെക്ഷനായിട്ട് ഡീലക്സ് താഴെ, മേലെ സൂപ്പർ ഡീലക്സും സൂട്ടും 4 സെക്ഷൻ, ട്രീ ഹൗസോട് ചേർത്ത് 4 സെക്ഷൻ. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള പാർക്ക് സൗകര്യമുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. എനി ടൈം എത്ര സമയമായിരുന്നാലും കുളിക്കാനും കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടുന്ന് 16 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ മൂന്നാർ ടൗൺ. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അതായത് മാങ്കളം എന്ന് പറയും. അതൊരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് മാക്സിമം ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്, എപ്പോഴും നല്ല ക്ലൈമറ്റാണ്. എപ്പോഴും പിന്നെ ചില സമയം -डिग्री വരെ വരാം ക്ലൈമറ്റ്. മൂന്നാർ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള നിർമ്മാണ രീതികളാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. ഓരോ ഡിസൈനെങ്കിലും അവർ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സാരം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്വിമ്മിംഗ് പൂൾ. ഒരു ഫോറസ്റ്റ് ഫിനിഷാണ് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കാണാൻ കഴിയുന്നത്. മരകഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയതുപോലുള്ള വേലി, വുഡൻ ഫിനിഷുള്ള ഫ്ലോർ, ഒരു വലിയ മരം, അതിന് താഴെയായി ഒരു ഗുഹ. ഈ ഗുഹയ്ക്കുള്ളിലാണ് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാറ കൊണ്ടുള്ള ഒരു ഇരിപ്പിടം. ശരിക്കും കാട്ടിൽ കുളിക്കുന്ന ഒരു ഫീൽ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ സുഖം തരുന്ന കാഴ്ച. പ്രകൃതി ഉണരുന്നതും ഉറങ്ങുന്നതും കണ്ടുകൊണ്ട് നമുക്കിവിടെ സമയം ചെലവഴിക്കാം. ഇത് താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്വിമ്മിംഗ് പൂളിന്റെ കാഴ്ചയാണ്. ലൈറ്റ് അറേഞ്ച്മെന്റിൽ രാത്രി സ്വിമ്മിംഗ് പൂൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. ഇവിടെ മനോഹരമായ പൂന്തോട്ടങ്ങൾക്കിടയിലായിട്ട് ഒരു പാർക്കുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക്. നമുക്കിവിടെ ക്യാമ്പ് ഫയറിനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. റിസോർട്ടിൻ്റെ തന്നെ ആൾക്കാർ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് തരും. നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് നൈറ്റ് നല്ല വൈബാക്കാം. ഡൈനിങ് ഹാൾ സെപ്പറേറ്റ് സെക്ഷനാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ മരക്കഷ്ണങ്ങൾ കളർ ചെയ്തിട്ട് നല്ല ഇരിപ്പിടമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തിരുന്നും ഭക്ഷണം കഴിക്കാം, അകത്തിരുന്നും ഭക്ഷണം കഴിക്കാം. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഡൈനിങ് ഹാൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്.
നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി ആസ്വദിക്കാനും മൂന്നാറിന്റെ കാഴ്ചകൾ കാണാനും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സെവൻ സ്പ്രിങ്സ് റിസോർട്ട്.